പ്രഗ്നൻസിയിൽ തൈറോയിഡ് ഹോർമോൺസ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കാറുണ്ട്, ഇത് കഴിക്കുന്നതുകൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇത് തുടങ്ങിയാലും നിർത്താൻ പറ്റുമോ എന്നൊക്കെ. നമുക്ക് ഈ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഗർഭസ്ഥ ശിശുവിന്റെ തൈറോയിഡ് ഗ്ലാൻഡ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിൽ നിന്ന് തൈറോയിഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ 3 മാസം കഴിഞ്ഞാണ്. ആദ്യത്തെ 3 മാസം കുഞ്ഞ് അമ്മയുടെ തൈറോയിഡ് ഹോർമോൺസിനാണ് ടോട്ടലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, പ്രഗ്നൻസിയിലെ തൈറോയിഡ് റിക്വയർമെന്റ് നോൺ പ്രഗ്നൻസിയെക്കാട്ടിയും കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന TSH അല്ലെങ്കിൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞ ടെസ്റ്റിന്റെ വാല്യൂ പ്രഗ്നൻസിക്കാർക്ക് ആദ്യത്തെ 3 മാസം 3 താഴെയും പിന്നുള്ള 6 മാസം 2.5 താഴെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പക്ഷെ ഇത് നോൺ പ്രഗ്നന്റ് ആണെങ്കിൽ അത് 5 വരെ നമ്മൾ നോർമൽ 5 വരെ നമ്മൾ മെഡിസിൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാറില്ല. പക്ഷെ പ്രഗ്നൻസിയിൽ 3ക്ക് മേലെയാണെങ്കിലും മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താണ് ഈ തൈറോയിഡ് ഹോർമോണിന്റെ ഇമ്പോർട്ടൻസ് പ്രഗ്നൻസിയിൽ എന്ന് നോക്കാം. ഹൈപ്പോതൈറോയിഡിസം ഉള്ള ഒരു അമ്മയ്ക്ക്, തൈറോയിഡ് ഹോർമോൺസ് കുറവുള്ള ഒരു അമ്മയ്ക്ക് ആദ്യത്തെ 3 മാസം അബോർഷൻസ് ഉള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാസം തികയുണ്ട് പ്രീ ടേം ആയിട്ട് ഡെലിവറി ചെയ്യാനും ലോ ബർത്ത് വെയിറ്റ് കുറവുള്ള കുഞ്ഞുങ്ങളെ ഡെലിവറി ചെയ്യാനുള്ള സാധ്യത, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പ്രീ എക്ലാംസിയ, അനീമിയ, അതുപോലെ തന്നെ അബ്രപ്ഷൻ പ്ലാസന്റ, മാസം തികയാണ്ട് പ്ലാസന്റ യൂട്രസിന് വിട്ട് ബ്ലീഡിങ്, അമ്മയ്ക്കും കുഞ്ഞിനും ജീവൻ അപകടം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പോതൈറോയിഡിസം ഉള്ള അമ്മയ്ക്ക് ജനിക്കുന്ന കുഞ്ഞിന് ഡെവലപ്മെന്റ് ഡിലേ അല്ലെങ്കിൽ ലോ IQ, ബുദ്ധിമാന്ദ്യം അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ തൈറോയിഡ് ഹോർമോൺസ് സ്റ്റാർട്ട് ചെയ്താൽ നിർത്താൻ പറ്റുമോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രഗ്നൻസിയിൽ തുടങ്ങുന്ന തൈറോയിഡ് ഹോർമോൺസ് നമ്മൾ എപ്പോൾ തൈറോയിഡ് ഹോർമോൺ സ്റ്റാർട്ട് ചെയ്താലും സ്റ്റാർട്ട് ചെയ്തതിന്റെ ഒരു 1.5 മാസം കഴിയുമ്പോൾ രണ്ടാമത് നമ്മൾ TSH വാല്യൂ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് ഒരു 6 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ രണ്ടാമത് TSH ചെക്ക് ചെയ്ത് അത് നോർമൽ ആണ്, അതായത് 5ന് താഴെയാണെങ്കിൽ നമുക്ക് പൊതുവെ ഇത് നിർത്താറുണ്ട്. വളരെ റെയർ ആയിട്ട് ഡെലിവറി കഴിഞ്ഞ് ചിലർക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന തൈറോയിഡ് ഹോർമോൺസ് നിങ്ങൾക്ക് സേഫ് ആയിട്ട് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് നിർത്തും. താങ്ക് യു.